ജനനായകൻ 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 ജനുവരി 9 തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചിത്രം അത് കഴിഞ്ഞതായി ഇപ്പോൾ ജൂലൈ 23 തിയേറ്ററുകളിൽ എത്താൻ പോവാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, അങ്ങനെ ജനനായകൻ വിജയുടെ അവസാനത്തെ ചിത്രം തിയേറ്ററുകളിലേക്ക് വന്ന് കാണാൻ കിട്ടുന്നൊരു അവസരം പലരും ഇപ്പോൾ തന്നെ ഓൺലൈനിലൂടെ കണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ പോലും പലരും തിയേറ്ററുകളിലേക്ക് വീണ്ടും വരുമെന്നുള്ള ആത്മവിശ്വാസവും കോൺഫിഡൻസും നടനായ വിജയ്ക്കും പ്രൊഡക്ഷൻ കമ്പനിയായ KBN പ്രൊഡക്ഷൻസിനുമുണ്ട്. അപ്പോൾ നമുക്കൊരു അപ്ഡേറ്റ് പറയണ്ടേ. ജൂലൈ 23 തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രമാണ്. അതിൽ കേരളത്തിൽ എപ്പോഴായിരിക്കും ആദ്യത്തെ ഷോ? സാധാരണ ഒരു വിജയ് ചിത്രത്തിലൊക്കെ 4 മണിക്ക് ഷോ വയ്ക്കാറുണ്ട്, 5 മണിക്ക് ഷോ വയ്ക്കാറുണ്ട്, ചിലപ്പോൾ 3 മണിക്ക് ഷോ വയ്ക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ 7-8 മണിക്ക് ഷോ വയ്ക്കാറുണ്ട്. പക്ഷേ ഇത്തവണ കേരളത്തിൽ ആദ്യത്തെ ഷോ ജനനായകൻ 6 മണിക്കാണ്. 6 മണിക്ക് ആദ്യത്തെ ഷോ ആരംഭിക്കും. തമിഴ്നാട്ടിലും ഏകദേശം 9 മണിക്കായിരിക്കുമല്ലോ അവിടുത്തെ ഷോ. അപ്പോൾ അതിന് 3 മണിക്കൂർ മുന്നേ കേരളത്തിൽ ഷോ ആരംഭിക്കും. ഏകദേശം ജനനായകൻ്റെ ഷോ കേരളത്തിൽ കഴിയുമ്പോഴാണ് തമിഴ്നാട്ടിൽ ഷോ ആരംഭിക്കുന്നത്. സോ ആദ്യത്തെ റിവ്യൂസ് പോറിംഗ് ഫ്രം കേരള തന്നെയായിരിക്കും ആസ് ഓൾവേസ്. തമിഴ്നാട്ടിൽ 9 മണിക്കായിരിക്കും ഷോ ആരംഭിക്കുക എന്നതും മനസ്സിലാവുന്നു. സോ നമുക്ക് അതാണ് കാര്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളതാണല്ലോ ചോദ്യം. കാരണം ഒരു വിജയ് ചിത്രത്തിന് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പാടുപെട്ട പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഫാൻസുകാരുടെ കാര്യമില്ല. ഫാൻസുകാരൊക്കെ ചിലപ്പോൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനിലൊക്കെ ചോദിക്കുകയായിരിക്കും. ഞാൻ പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്കാണ് ആദ്യത്തെ ഷോ ഒക്കെ കാണണമെന്ന് ആഗ്രഹിച്ച് ബുക്ക് മൈ ഷോ പോലുള്ള ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെ കയറിയിരുന്ന് എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് അവസാനം ടിക്കറ്റ് കിട്ടുമോ എന്ന് അറിയത്തുമില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ചാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പലയിടത്തായിട്ട് ബുക്കിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് അനൗദ്യോഗികമായി. ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിലല്ല, അല്ലാണ്ട് ടിക്കറ്റുകൾ മാറ്റിവെക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വിജയ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബ്ലാക്കിന് ടിക്കറ്റ് വിൽക്കുക, അതായത് അനധികൃതമായി റേറ്റ് കൂട്ടി വിൽക്കുന്ന പരിപാടി നടപടിയാവില്ല എന്ന് വിജയ് സർക്കാർ തന്നെ ഇത്തവണ തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ശക്തമായ രീതിയിലുള്ള നിയന്ത്രണം ഉണ്ടാകും. കേരളത്തിൽ അത് ബാധകമാണോ? ബാധകമാവില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ തമിഴ്നാട്ടിൽ വളരെ ശക്തമായിട്ട് തന്നെ നിലകൊള്ളും. പക്ഷേ ഇവിടെ ജനനായകൻ ഇത്രയധികം ലേറ്റായി. TVKയുടെ പ്രൊമോഷൻ വരെ ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിജയ് മുഖ്യമന്ത്രിയായി. ഇനി TVK രംഗങ്ങളിൽ പലതും കട്ട് ചെയ്തുകൊണ്ടാണ് തിയേറ്ററുകളിലേക്ക് സിനിമ എത്തുന്നത്. അത് വേറൊരു കാര്യം. അങ്ങനെ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴേക്കും ആളുകൾ കാണേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഇത് വിജയ് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിജയ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് മനസ്സിലാക്കിയെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രൈം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഫാക്ടർ, ഇതൊരു വിജയ് ചിത്രമായതുകൊണ്ട് തന്നെ ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തും. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, സാധാരണയായി ഇളയ ദളപതി വിജയിൽ നിന്ന് ആ ടൈറ്റിൽ കാർഡ് മാറി ദളപതി വിജയായി. ആ ദളപതി വിജയിൽ നിന്നും ഇതാ ഒരു പുതിയ ടൈറ്റിൽ കാർഡ് വരാൻ പോവുകയാണ്. ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു C. ജോസഫ് വിജയ് എന്ന തലക്കെട്ട് കാണാൻ വേണ്ടി മാത്രമായിട്ട് തിയേറ്ററുകളിലേക്ക് പോകുന്ന പല ആളുകളും ഉണ്ടാവും. നമ്മൾ ഏറ്റവും ഒടുവിൽ ബേസിൽ ജോസഫിൻ്റെ ഒരു അഭിമുഖത്തിൽ ബേസിൽ തന്നെ പറഞ്ഞ വാചകമാണത്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. ആ ടൈറ്റിൽ കാർഡ് കാണാൻ വേണ്ടി മാത്രമായിട്ട് എത്രയോ പേർ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല വിജയുടെ അവസാനത്തെ ചിത്രമാണ്. ഇനി ഒരു വിജയ് ചിത്രം കാണാൻ കഴിയില്ല. കാണണമെങ്കിൽ തന്നെ നേരത്തെ എങ്ങനെയും റിലീസ് ചെയ്ത ഒരു റിലീസ് ചിത്രം മാത്രമായിരിക്കണം. അല്ലാതെ പുതിയ ഒരു സിനിമ ഇനി വിജയ് ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കൂടി ആയിരിക്കുന്ന ഘട്ടത്തിൽ വിജയ് എന്തായാലും ഇനി ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരു അവസാനത്തെ സിനിമയാണെന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആളുകൾ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് വരാനായും ഒരുങ്ങുന്നത്. വിജയുടെ 69ാമത്തെ ചിത്രമാണ് ജനനായകൻ. ആ 69ാമത്തെ ചിത്രം ആഘോഷത്തോടു കൂടി വരവേൽക്കാൻ തന്നെയാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് പല രീതിയിൽ സെൻസർ ബോർഡിൻ്റെ ഇഷ്യൂസ്, സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു ഈ സിനിമ. ആ സിനിമയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ആശ്വാസം എന്ന പോലെ ഒരു റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ ആദ്യം 24 ഫിക്സ് ചെയ്യുന്നു എന്നാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇതാ പ്രൊഡക്ഷൻ കമ്പനി അത് 23 എന്ന ഡേറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ ഒരാഴ്ച മാത്രമാണ് ഈ റിലീസ് ഡേറ്റിലേക്ക് ബാക്കിയുള്ളത്. സാധാരണ ഒരു വിജയ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ലല്ലോ സാഹചര്യം. എഡിറ്റിംഗ് ടേബിളിൽ നിന്നും ക്ലിപ്പ് ലീക്കായി, പിന്നീട് ആളുകൾ കണ്ടു. ഇതിൻ്റെ ഒരു എലമെൻ്റ്, ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എലമെൻറ്റ് ചെറുതായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തെല്ലും അതിശയോക്തിയില്ല. ആ സാഹചര്യത്തിലൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരു വിജയ് ചിത്രമാകുമ്പോഴേക്കും അത് കാണണമെന്നുള്ള ആഗ്രഹം ആളുകൾക്കിടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ KBN പ്രൊഡക്ഷൻസ് ആരംഭിക്കുകയും ജൂലൈ 23 കാണാൻ നിങ്ങൾ റെഡിയാണോ?